friends, welcome to my channel. This is Deepthi from Lake Academy. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് എക്സാമിനും ചോദിക്കാം. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് സെം BA ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ഒരുപോലെ ചോദിക്കാവുന്നതാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ദേ അഡോപ്റ്റഡ് ദ നെയിം യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഇൻ ഓർഡർ ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ഷേക്സ്പിയർ ഹു ഹാഡ് നോ ഫോർമൽ എഡ്യൂക്കേഷൻ. അതായത് ഷേക്സ്പിയർ ആ ഒരു എലിസബത്തൻ ഏജിൽ അങ്ങ് ഫേമസ് ആയിട്ട് മാറുകയാണ്. പെട്ടെന്ന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേസ് ഒക്കെ എഴുതി അങ്ങനെ ഇങ്ങനെ ഫേമസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് അവർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആണ്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസിൽ എഡ്യൂക്കേഷനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് പ്ലേസ് എഴുതുന്നു. ബട്ട് ദേ വെയർ നോട്ട് അറ്റ് ഓൾ ഫേമസ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്യുന്നു. എന്തിനാ? in order to differentiate them from ഷേക്സ്പിയർ. ഷേക്സ്പിയറിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. യൂണിവേഴ്സിറ്റി വിറ്റ്സ് മീൻസ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഓഫ്, അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഓഫ് യൂണിവേഴ്സിറ്റി എന്ന എൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ വിറ്റ്സ് വെയർ എ ഗ്രൂപ്പ് ഓഫ് 7 യങ് റൈറ്റേഴ്സ്. 7 റൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അവർ ദേ ഹോൾഡ് ദ ട്രഡീഷൻസ് ഓഫ് ദി ക്ലാസിക്കൽ ഡ്രാമ. ക്ലാസിക്കൽ ഡ്രാമയിലെ ആ ഒരു ട്രഡീഷൻസിനെല്ലാം ഹോൾഡ് ചെയ്യുന്ന റൈറ്റേഴ്സാണ്. ആൻഡ് എഡ്യൂക്കേറ്റഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ പ്ലേസിന് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ദെയർ ഫോണ്ട്നെസ് ഫോർ ഹീറോയിക് തീംസ്. അവർക്ക് ഹീറോയിക് ആയിട്ടുള്ള തീംസ് എഴുതാൻ അവർക്ക് ആ ഒരു ഇഷ്ടം വരുന്നത്. ഓക്കെ, അവരുടെ പ്ലേസിലെല്ലാം തീമെന്ന് പറയുന്ന ഹീറോയിക് ആയിട്ടുള്ള തീംസാണ് യൂസ് ചെയ്യുന്നത്. ദ സ്റ്റൈൽ വാസ് ഓൾസോ ഹീറോയിക്. അവർ യൂസ് ചെയ്യുന്ന സ്റ്റൈലും ഹീറോയിക് ആയിട്ടുള്ള സ്റ്റൈലാണ്. അവരുടെ തീംസ് എന്ന് പറയുന്നത് യൂഷ്വലി ട്രാജിക് ഇൻ നേച്ചർ, അല്ലെ, ട്രാജിക് ആയിട്ടുള്ള തീംസാണ് എഴുതുന്നത്. ക്രിസ്റ്റഫർ മാർലോയൊക്കെ ട്രാജഡിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് കോമഡി എഴുതുന്ന ഒരു റൈറ്ററുണ്ട് യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ, ജോൺ ലിലി. ഓക്കെ, ജോൺ ലിലിയാണ് ദ ഓൺലി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ റിയൽ കോമഡീസ് ഡ്യൂറിങ് ദ ഏജ്. ആ ഒരു ഏജിൽ കോമഡീസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ആരാ? ജോൺ ലിലി. നമ്മൾ എലിസബത്തൻ പ്രോസിൽ പറഞ്ഞിട്ടുണ്ട് യൂഫിസ്റ്റിക് സ്റ്റൈൽ, ആർട്ടിഫിഷ്യൽ സ്റ്റൈലാണ്. അലിട്രേഷനും അസനൻസും ഒക്കെ കൊടുത്ത് എഴുതുന്ന ഒരു റൈറ്ററാണ് ജോൺ ലിലി കേട്ടോ. അപ്പോൾ 7 റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജോൺ ലിലി, ജോർജ് പീൽ, റോബർട്ട് ഗ്രീൻ, തോമസ് ലോഡ്ജ്, തോമസ് നാഷ്, തോമസ് കിഡ്, പിന്നെ ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, ഇവരാണ് ഈ 7 റൈറ്റേഴ്സ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ജോൺ ലിലിയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് എൻജിമിയോൺ എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജോൺ ലിലിയുടെ വർക്ക്. ഓക്കെ, അതുപോലെ ഷേക്സ്പിയറിനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് റോബർട്ട് ഗ്രീൻ, ആൻഡ് അപ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് അവർ ഫെദേഴ്സ് എന്ന് ഷേക്സ്പിയറിനെ പറഞ്ഞത് റോബർട്ട് ഗ്രീനാണ്. ഓക്കെ, അതുപോലെ തന്നെ തോമസ് കിഡ് ഫേമസ് ആയിട്ടുള്ള ഒരു റിവഞ്ച് ട്രാജഡിയാണ് സ്പാനിഷ് ട്രാജഡി ബൈ തോമസ് കിഡ്, വിച്ച് വാസ് മോഡൽഡ് ഓൺ സെനേക്കൻ മോഡലിൽ എഴുതിയിരിക്കുന്ന പ്ലേ ആണ് ഏതാ? സ്പാനിഷ് ട്രാജഡി ബൈ തോമസ് കിഡ്. പിന്നെ ആ ഒരു യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഈസ് ക്രിസ്റ്റഫർ മാർലോ. ക്രിസ്റ്റഫർ മാർലോയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി വിറ്റ്സ്. എഡ്വേർഡ് സെക്കൻഡ്, ദ ജ്യൂ ഓഫ് മാൾട്ട, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ദി ട്രാജഡി ഓഫ് ഡിഡോ, ഒത്തിരി വർക്ക്സുകളുണ്ട് ആൾക്കാ ഈ ഒരു മാർലോയ്ക്ക്. ഓക്കെ, അതുപോലെ തന്നെ മാർലോയാണ് ഏറ്റവും കൂടുതൽ എന്ത് യൂസ് ചെയ്തിട്ടുള്ള ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്തേക്കുന്നത്. അൺറൈംഡ് അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ് ഈസ് ബ്ലാങ്ക് വേഴ്സ് പ്ലേസ് ആണ് ആരെഴുതിയിരിക്കുന്നത്? മാർലോ, ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, ഇത്രയാണ് എന്താ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഓക്കെ.